ഹായ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവറപ്പ് ചെയ്യാൻ പോകുന്നത് ഈ കോഡിങ് പഠിപ്പിച്ചെടുക്കാൻ പറ്റുമോ? കാരണം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ കോഡിങ് പഠിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത്. കോഡിങ് എങ്ങനെ പഠിക്കാൻ പറ്റും, ഏതൊക്കെ രീതിക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റും, ഇത് 2 hour ഇരുന്നാൽ പോസിബിൾ ആണോ, ഫുൾ ടൈം ഇരിക്കണോ, എത്ര അവേഴ്സ് ഇതിൽ സ്പെൻഡ് ചെയ്യണം, ഇതൊക്കെ ഫുള്ളി കവറപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതിലുണ്ടാവുക. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫുൾ പിക്ചർ കിട്ടും. ഇത് ഇങ്ങനെയാണല്ലേ പഠിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മൾ എന്തുണ്ടാവുക ഈ വീഡിയോയിൽ ഉണ്ടാവുക. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് നിങ്ങൾക്കൊരു പിക്ചർ തരാം. ഇപ്പോൾ കോഡിംഗ് എന്ന് പറയുന്ന സാധനം പ്രോബ്ലം സോൾവിംഗ് ആണ്. കാരണം ഒരു പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ കൊടുക്കലാണത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പിരമിഡിൻ്റെ പാറ്റേൺസ് നമുക്കൊരു 10 ലൈനിൽ നമുക്ക് കോഡ് ചെയ്യാം, 20 ലൈനിൽ കോഡ് ചെയ്യാം, 40 ലൈനിൽ കോഡ് ചെയ്യാം, 50 ലൈനിൽ കോഡ് ചെയ്യാം. നമുക്ക് ആൻസേഴ്സ് കിട്ടും. ഇതിനെ ഇങ്ങനെ തന്നെ ഒരു കറക്റ്റ് റൂട്ട് എന്നില്ല ഇതിൽ. ഓക്കെ, അങ്ങനെ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. കാരണം ഞാൻ ചെയ്യുന്ന മെത്തേഡല്ലായിരിക്കും നിങ്ങൾ ചെയ്യുന്ന മെത്തേഡിലായിരിക്കും വേറൊരാൾ ചെയ്യുന്നുണ്ടാവുക. നമുക്ക് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് നമുക്ക് ഇതിൽ കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇതിനൊരു സ്ട്രക്ചർ ഇല്ല. ഇത് ഇങ്ങനെ തന്നെ പോയാൽ മാത്രമേ ആൻസർ കണ്ടെത്താൻ പറ്റുന്നുള്ളൂ. ഇത് നമ്മൾ എന്താണ്, പ്രോപ്പർ സ്കിൽസാണ്, അത് ലോജിക്കൽ സ്കില്ലാണ്. ഈ ലോജിക്കൽ സ്കില്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ലോജിക്ക് തന്നെ സാധനം നമുക്ക് ഒരിക്കലും ജനിക്കുന്നവർ കിട്ടുന്ന സാധനമല്ല. നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് അവിടെ സോൾവ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, അവിടെ ലോജിക്കൽ സ്കില്ല് കിട്ടുക അവിടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പിക്ചർ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. കാരണം ഈ പാറ്റേൺസ് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെങ്ങനെ അത് പഠിക്കാൻ പറ്റും എന്നുള്ളത്. കാരണം കോഡിങ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ കോൺസെപ്റ്റ് വൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം ചിലപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത കോഡ് ചിലപ്പം 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവുന്നില്ല, അതിൻ്റെ വെർഷൻ മാറിയിട്ടുണ്ടാവാം, അതിൻ്റെ സ്ട്രക്ചർ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, കോൺസെപ്റ്റ് വൈസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അവിടെ. ഓക്കെ, മനസ്സിലാക്കി. ഇതിൻ്റെ സിൻടാക്സ് ഒക്കെ ചിലപ്പോൾ നാളെ മാറാനുള്ള ചാൻസസ് കൂടുതലാണ് അവിടെ. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് വൈസും ഇതിൻ്റെ ലേണിംഗ് മെത്തേഡ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു ടൈമിലും നമുക്ക് പുതിയൊരു അപ്ഡേഷൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്യൂർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഓക്കെ, കാരണം ഒരിക്കലും നമ്മൾ 2 hour ഒരാൾ ക്ലാസ് എടുത്താലോ 3 hour ഒരാൾ ക്ലാസ് എടുത്താലും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അക്യൂർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ പോയാൽ സീനിയർ ഡെവലപ്പേഴ്സായിട്ടൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലേണിംഗ് സിസ്റ്റം വരുന്നത് അവിടെ. ഇപ്പം നിങ്ങൾ വേറെ എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ അതിനൊരു കറക്റ്റ് സ്ട്രക്ചർ ഉണ്ടാവും. ഇത് ഇങ്ങനെ പോയാൽ മാത്രമാണ് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റുമെന്നുള്ളത്. പക്ഷേ കോഡിങ്ങിൽ അങ്ങനെയല്ല. കോഡിങ് നമുക്ക് പല ബൈക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് കോഡിങ് ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. ഓക്കെ, അത് പഠിക്കാനത് പറ്റുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞ മെത്തേഡാണ് നമ്മൾ മാക്ബിക്കിൽ എന്ത് ഫോളോ അപ്പ് ചെയ്യുന്നത്. കാരണം എന്താണ്, കാരണം കമ്പനീസിന് വേണ്ടത് ഇങ്ങനത്തെ ഒരു പ്രോപ്പർ സ്കില്ലുള്ള ഡെവലപ്പേഴ്സിനാണ്. അത് എന്തുകൊണ്ടാണ്, കാരണം കമ്പനീസിൽ എങ്ങനെയാണെന്ന് അറിയാം ഇതിൻ്റെ റൊട്ടീൻസ് ഉണ്ടാവുക. ഒരു കമ്പനിയിൽ ഡെവലപ്പർ കയറി കഴിഞ്ഞാൽ അവനക്ക് എന്ത് ചെയ്യും, കമ്പനി 2-3 ദിവസം ഒരു ടാസ്ക് ആയിരിക്കും അസൈൻ ചെയ്തിട്ടുണ്ടാവുക. ആ ടാസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ടാസ്ക് ആയിരിക്കും ഉണ്ടാവുക. അത് ചിലപ്പം ഗൂഗിൾ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യേണ്ടി വരിക, ചിലപ്പം സ്റ്റാക്ക് ഓവർഫ്ലോ നോക്കിയിട്ടായിരിക്കും ചെയ്യേണ്ടി വരിക. അതൊക്കെ ചെയ്യാനുള്ള കോൺഫിഡൻസ് അവനക്ക് എന്തായിരിക്കണം, ഉണ്ടായിരിക്കണം. കാരണം അങ്ങനത്തെ ആൾ എടുത്താൽ മാത്രമാണ് കമ്പനീസിന് ആ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം, ഈ ഒരു സ്കില്ലുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ, വേറെ പുതിയൊരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റുള്ളൂ, ഈസിലി വേറെ കമ്പനീസിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു ലേണിംഗ് മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ഹൈലി ഗ്രോത്തിലേക്ക് നിങ്ങളെ കരിയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങളെ കോഡിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസോ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, ഇത് മാക്സിമം എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയാണ് പഠിക്കണം എന്നുള്ളത്. ഓക്കെ.